Hi everyone, welcome you to the FDP program of the Manania College. Today we are going to study how to create an assignment in the course page. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്ന ആക്ടിവിറ്റി എങ്ങനെ നമുക്കൊരു അസൈൻമെൻറ്റ് നമ്മുടെ കോഴ്സ് പേജിൽ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ കോഴ്സ് പേജിൽ ഇൻകം ടാക്സ് എന്ന് പറയുന്ന കോഴ്സ് പേജിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് എഡിറ്റിംഗ് എനേബിൾ ആക്കണം. അതിനുവേണ്ടി ഗിയർ മെനുവിൽ ടേൺ എഡിറ്റിംഗ് ഓൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എഡിറ്റിംഗ് എനേബിൾ ആയിട്ടുണ്ട്. ഇനി നമ്മുടെ കോഴ്സ് പേജിൽ നിന്ന് നമ്മൾ ആഡ് ആൻ ആക്ടിവിറ്റി ഓർ റിസോഴ്സ് ക്ലിക്ക് ചെയ്യുക. അതിൽ ഒന്നാമത്തെ ആക്ടിവിറ്റി ആയിട്ട് അസൈൻമെൻ്റ് ഉണ്ടാകും. അത് ക്ലിക്ക് ചെയ്തു ആഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ അസൈൻമെൻറ്റിൻ്റെ വെബ്സൈറ്റ് പേജ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം അസൈൻമെൻറ്റിന് ഒരു നെയിം കൊടുക്കാം. ഞാനിപ്പോൾ കൊടുക്കുന്ന നെയിം അസൈൻമെൻറ്റ് 1 എന്നാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നെയിം കൊടുക്കാം അസൈൻമെൻറ്റിന്. ഇനി അസൈൻമെൻറ്റ് എന്താണെന്നുള്ള അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ വേണമെങ്കിൽ നമുക്കിവിടെ ടൈപ്പ് ചെയ്യാം. ഇപ്പോൾ ഞാനിപ്പോൾ ഒരു ചെറിയ ഡിസ്ക്രിപ്ഷൻ ഇവിടെ കൊടുക്കുകയാണ്. ഞാൻ നേരത്തെ ടൈപ്പ് ചെയ്ത് വെച്ചിരുന്ന അസൈൻമെൻറ്റിനെ ഞാൻ ഇങ്ങോട്ട് പേസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഞാനിവിടെ പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ കൊടുത്തേക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അസൈൻമെൻറ്റിൻ്റെ എന്തെങ്കിലും റൂൾസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസ്ക്രിപ്ഷൻസോ വേണമെങ്കിൽ ഇവിടെ നമുക്ക് കൊടുക്കാം. ഇനി ചെയ്യാനുള്ളത്, ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് അസൈൻമെൻ്റ് ആയിട്ട് എന്തെങ്കിലും ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കത് ഫയലായിട്ട് നമുക്ക് വേണമെങ്കിൽ ഇവിടെ ആഡ് ചെയ്യാം. അപ്പോൾ ഫയലായിട്ട് വേണമെങ്കിലും അസൈൻമെൻറ്റ് നമുക്കിവിടെ ആഡ് ചെയ്യാം. ഡിസ്ക്രിപ്ഷനായിട്ട് കൊടുത്താൽ മതി എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഡിസ്ക്രിപ്ഷനായിട്ടാണ് കൊടുത്തേക്കുന്നത്, ഫയലായിട്ട് ആഡ് ചെയ്തിട്ടില്ല. ഇനി ചെയ്യാനുള്ളത് നമുക്ക് അസൈൻമെൻറ്റിൻ്റെ ഡേറ്റ് നമുക്ക് എന്ന് വരെ സബ്മിറ്റ് ചെയ്യാം എന്നുള്ള ഡേറ്റ് കൊടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഡേറ്റ് ഫിക്സ് ചെയ്യാൻ പോകുന്നത് 16th ജൂൺ മുതൽ ഡ്യൂ ഡേറ്റ് സെറ്റ് ചെയ്തേക്കുന്നത് 22 ജൂണാണ് സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഡ്യൂ ഡേറ്റ് കഴിഞ്ഞാലും അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യാം, പക്ഷേ അത് ലേറ്റ് സബ്മിഷനായിട്ട് കാണിക്കും. ഇപ്പോൾ ഞാനിവിടെ ഒരു കട്ട് ഓഫ് ഡേറ്റും കൂടെ കൊടുക്കുകയാണ്. കട്ട് ഓഫ് ഡേറ്റ് കഴിഞ്ഞാൽ സബ്മിഷൻ ചെയ്യാനായിട്ട് പറ്റത്തില്ല. കട്ട് ഓഫ് ഡേറ്റ് ഞാനിപ്പോൾ ജൂൺ 30 വരെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മളിവിടെ ഗ്രേഡ് ചെയ്യാവുന്നതിൻ്റെ ഡേറ്റും കൂടെ ഉണ്ട്. അപ്പോൾ അതും കൂടി 30 ആയിട്ട് കൊടുത്തേക്കാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യാനുള്ളത് നമ്മൾ അസൈൻമെൻറ്റ് എന്താണോ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക, അതല്ലെങ്കിൽ അത് ഫയലായിട്ട് ആഡ് ചെയ്യുക. നെക്സ്റ്റ് നമുക്ക് അസൈൻമെൻറ്റ് എന്ന് മുതൽ എന്ന് വരെ സബ്മിറ്റ് ചെയ്യാം എന്നുള്ള ഡേറ്റ് കൊടുക്കുക. അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് നോക്കാനുള്ള സബ്മിഷൻ ടൈപ്പാണ്. 2 രീതിയിൽ നമുക്ക് സബ്മിഷൻ ചെയ്യാനുള്ള അവസരം കൊടുക്കാം. ഓൺലൈൻ ടെക്സ്റ്റായിട്ട്. ഓൺലൈൻ ടെക്സ്റ്റ് എന്ന് പറയുമ്പോൾ അവിടെ അസൈൻമെൻറ്റ് ടൈപ്പ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ടാവും. ഞാൻ നിങ്ങൾക്ക് അസൈൻമെൻറ്റ് തരുന്ന ആ രീതിക്കാണ്. അതായത് അവിടെ നിങ്ങൾ വെബ്സൈറ്റ് ലിങ്ക് കോപ്പി പേസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് തരാനുള്ള അത്ര മാറ്ററേ ഉള്ളൂവെങ്കിൽ ഓൺലൈൻ ടെക്സ്റ്റായിട്ട് കൊടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ ഫയൽ സബ്മിഷനായിട്ടുള്ള ഓപ്ഷൻ വേണമെങ്കിൽ നമുക്ക് ഫയൽ സബ്മിഷൻ ക്ലിക്ക് ചെയ്യാം. ഫയൽ സബ്മിഷൻ ആണെങ്കിൽ മാക്സിമം ഫയൽ സൈസ് നമുക്കിവിടെ 1 MB ആയിട്ട് കൊടുക്കാം. പിന്നെ അക്സെപ്റ്റഡ് ഫയൽ ടൈപ്സ്, ഇപ്പോൾ നമുക്ക് PDF ആയിട്ടേ നമ്മൾ ഫയൽ അക്സെപ്റ്റ് ചെയ്യുന്നുള്ളെങ്കിൽ നമുക്കിവിടെ ചൂസ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തിട്ട് നമുക്കിവിടെ ഏത് ഫയൽ ഫോമാറ്റായിട്ടാണ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നതെന്നുള്ളത് ചൂസ് ചെയ്യാം. അതായത് നമ്മൾ എല്ലാ ഫയൽ ടൈപ്പും അക്സെപ്റ്റ് ചെയ്യുമെങ്കിൽ ഓൾ ഫയൽ ടൈപ്സ് കൊടുക്കാം. ഇവിടെ ഓഡിയോ ഫയലായിട്ട്, HTML, ഡോക്യുമെൻ്റ് ഫയലായിട്ട്, അതായത് ഇവിടെ PDF, അതേപോലെ വേർഡ് ഫയലായിട്ടൊക്കെ അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്യാം. PDF മാത്രം മതിയെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്ത് PDF മാത്രം സെലക്ട് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഏത് ഫയൽ ഓപ്ഷനാണ് വേണം, അല്ലെങ്കിൽ PDF ആയിട്ട് തന്നെ കുട്ടികൾ സബ്മിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ചൂസ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. അപ്പോൾ ഞാനിവിടെ ഫയൽ സബ്മിഷൻ കൊടുക്കുകയാണ്. എന്നിട്ടിപ്പോൾ ഓൾ ടൈപ്പ് ഓഫ് ഫയൽസാണ് കൊടുക്കുന്നത്. കുട്ടികൾക്ക് ഏത് ടൈപ്പ് ഫയൽ സബ്മിറ്റ് ചെയ്യാനുള്ള അവസരമായിട്ടാണ് ഞാനങ്ങനെ ചൂസ് ചെയ്തേക്കുന്നത്. സേവ് ചേഞ്ചസ് കൊടുത്തു. ഓൺലൈൻ ടെക്സ്റ്റായിട്ട് കൊടുക്കണം എന്നുള്ളവർക്ക് അങ്ങനെ വേണമെങ്കിലും കൊടുക്കാം. ഇത്രയും ആണ് പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ. ഡേറ്റ്, ഫയൽ ടൈപ്പ്. ഇനി നമുക്ക് വേണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഗ്രേഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം ഗ്രേഡ് പോയിൻ്റ് എത്രയാണെന്നുള്ള 100 ആണ് ഡിഫോൾട്ടായിട്ടുള്ളത്. ഇതിനെ നമുക്ക് എത്ര മാർക്കിലാണ് ആക്കാനുള്ളത് ആ മാർക്കിൽ നമുക്ക് കൊടുക്കാൻ കഴിയും. അപ്പോൾ ഗ്രേഡ് വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ സെറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ 100 തന്നെയാണ് ചൂസ് ചെയ്തേക്കുന്നത്.
അത് കഴിഞ്ഞ് നേരെ സേവ് ആൻഡ് റിട്ടേൺ ടു കോഴ്സ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇനി നമുക്കിവിടെ പേജിൽ വന്ന് നോക്കി ഇവിടെ അസൈൻമെൻറ്റ് 1 എന്ന് പറഞ്ഞത് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. അസൈൻമെൻറ്റ് 1 ക്ലിക്ക് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻ ഇവിടെയുണ്ട്, ഗ്രേഡിംഗ് സമ്മറി കാണിക്കുന്നുണ്ട്. ഇപ്പോൾ പാർട്ടിസിപ്പൻസ് എത്ര പേരുണ്ട്, എത്ര പേര് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ കഴിയും. ഇനി സബ്മിഷൻ എത്ര പേര് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ കാണണമെങ്കിൽ ഇവിടെ വ്യൂ ഓൾ സബ്മിഷൻസ് കൊടുത്താൽ മതിയാവും. അപ്പോൾ താങ്ക് യു.